മനോഹരമായ ഒരു പച്ച പുൽത്തകിടിയും അതിൻ്റെ നടുവിലൂടെ ഒഴുകുന്ന ഒരു കൊച്ചരുവിയും മനോഹരമായ ഒരു ദൃശ്യമല്ലേ. ഈ അരുവി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് മനസ്സിലായോ? ആ കാണുന്നത് കടൽ ഭിത്തിയാണ്. കടൽ ഭിത്തിയുടെ അപ്പുറത്തുനിന്നും തിരമാലകളിലൂടെ കടൽ വെള്ളം ഇപ്പുറത്ത് വന്നിട്ടാണ് ഒരു അരുവിയായിട്ട് ഇതുപോലെ ഒഴുകി പോകുന്നത് കേട്ടോ. മനോഹരമായ ഒരു ബീച്ചിൻ്റെ ദൃശ്യം കണ്ടപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്ന് ഈ വീഡിയോ എടുക്കുന്നത്. കടലിൻ്റെ വശ്യമായ ഒരു സൗന്ദര്യവും അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു കൊച്ചരുവിയും കണ്ടപ്പോൾ വളരെ അടിപൊളിയായിട്ട് തോന്നി. അതുകൊണ്ടാണ് നമ്മുടെ ഡ്രോൺ ഷോട്ട്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ അരുവി ഞാനൊന്ന് ക്ലോസ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അത് ഒട്ടും ആഴമില്ല, ഒരടി അല്ലെങ്കിൽ ഒരടിയിൽ താഴെ മാത്രമേ ആഴമുള്ളൂ. അതുകൊണ്ടാണ് ഒരുപാട് കുട്ടികളും ഫാമിലിയൊക്കെ ഇവിടെ വന്ന് എൻജോയ് ചെയ്യുന്നത്. പിന്നെ എപ്പോഴും ഇതുപോലെ ആയിരിക്കണമെന്നില്ല. ചില സമയത്ത് തിരമാല കൂടുതലാണെങ്കിൽ വെള്ളം കൂടുതലുണ്ടാവും, തിരമാല കുറവാണെങ്കിൽ വെള്ളം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം വൈപ്പിൽ ഞാറക്കൽ ബീച്ചാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ ലൊക്കേഷൻ മനസ്സിലായ ഉടനെ എല്ലാവരും കൂടെ ഓടിച്ചാടി ഇങ്ങോട്ട് വരണമെന്നില്ല. കാർ പാർക്കിങ്ങിനൊന്നും സ്ഥലമില്ലാത്ത ഒരു വളരെ ചെറിയൊരു ബീച്ചാണ്. കാറൊക്കെ വണ്ടികളൊക്കെ ദൂരെ നിർത്തി നടന്നു വരേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഈദിൽവാവ് ഉൾപ്പെടെ ഇവിടെ കുട്ടികൾ ഒരുപാട് പേര് ഇവിടെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ എപ്പോഴും വരുമ്പോഴും ഇതുപോലത്തെ ഒരു വ്യൂ കിട്ടണമെന്നില്ല. കാര്യം തിരമാല കൂടുതലാണെങ്കിൽ കലക്ക വെള്ളമായിരിക്കാം, ചിലപ്പോൾ വെള്ളം കൂടുതലാണെങ്കിൽ നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റണമെന്നില്ല. അതേസമയം തിരമാല ഒട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഡ്രൈ ലാൻഡ് പോലത്തെ ഒരു ഏരിയയും ആയിരിക്കാം. അതുപോലെ തൊട്ടപ്പുറത്ത് ചെറിയ മീൻകെട്ടുകളും കാര്യങ്ങളും കൊണ്ട് അതിലെ കൂടെയാണ് വെള്ളം ഒഴുകി തിരിച്ച് കടലിലേക്ക് തന്നെ വന്ന് ചേരുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാധാരണ കടലുകളും ബീച്ചുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കരിങ്കല്ലിൻ്റെ കടൽ ഭിത്തിക്ക് പുറകിലായിട്ട് വെള്ളം നിറത്തിൽ കാണുന്നത് ജിയോ ബാഗ്, അതായത് മണ്ണ് നിറച്ച ബാഗുകൾ കൊണ്ടുള്ള ഒരു കടൽ ഭിത്തി അവിടെ കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വെള്ളം മറ്റു വീടുകളിലേക്കും മറ്റും കയറാതെ സംരക്ഷിച്ച് പോരുന്നത്. കാരണം കടൽ ഭിത്തിയുടെ ഉയരം പൊതുവെ കുറവാണ്. പിന്നെ ഈ മരവും ഈ പച്ചപ്പും ഈ മനോഹരമായ അരുവിയും എല്ലാം കൊണ്ടും വളരെ വശ്യമായിട്ടുള്ളൊരു സൗന്ദര്യമാണ് ഇവിടെ ഉള്ളത്. വന്നവർ ഏതായാലും ഇവിടെ എൻജോയ് ചെയ്തിട്ടേ പോകുള്ളൂ. പക്ഷേ ആർക്കും ഈ ഒരു സ്പോട്ടിനെ കുറിച്ച് കാര്യമായിട്ട് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഹിഡൻ സ്പോട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ളൊരു ബീച്ചാണ്. ഇവിടുത്തെ നാട്ടുകാരും ആ നാട്ടുകാരുടെ കെയർ ഓഫിൽ വരുന്ന ബന്ധുക്കാരും മാത്രമാണ് ഒരുപക്ഷെ ഇവിടെ എത്തുന്നത് എനിക്ക് തോന്നുന്നു. ഞാൻ അവിടെ പരിചയപ്പെട്ടവരെല്ലാം അങ്ങനെയുള്ളവരായിരുന്നു. വൈപ്പിനൊരു തീരപ്രദേശമായതുകൊണ്ട് തന്നെ ഇതിന് ചുറ്റും സമീപത്ത് തന്നെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ബീച്ചുകളുണ്ട്. ലൈറ്റ് ഹൗസ് ബീച്ച്, ഫാൽക്കൺ ബീച്ച്, കുഴിപ്പള്ളി ബീച്ച്, കുറച്ചുകൂടി അപ്പുറത്ത് പോയ ചെറായി ബീച്ച്, അങ്ങനെ ഒരുപാട് ബീച്ചുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നതാണ്. ഇവിടെ പൊതുവെ തിരക്ക് കുറവ്. ഏതായാലും എൻ്റെ കൂടെ ഒരു സ്ലോ മോഷൻ വീഡിയോ എടുത്തുകൊണ്ട് നമുക്കൊന്ന് കടൽ ഭിത്തിക്ക് മുകളിലൂടെ ഒന്ന് യാത്ര ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പം നമ്മൾ പോകുന്നത് ഞാറക്കൽ നിന്ന് പറവൂർ ഭാഗത്തേക്കുള്ള ഒരു ഡയറക്ഷനിലേക്കാണ് നമ്മളൊന്ന് ജസ്റ്റ് ഫ്ലൈ ചെയ്ത് പോകുന്നത്. അവിടുത്തെ കടൽ ഭിത്തിയുടെയും തിരമാലയുടെയൊക്കെ ഒരു ഭംഗി കാണിക്കാൻ വേണ്ടിയാണ് ഷോട്ട് എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഡ്രോൺ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, ഒന്ന് ഷെയർ ചെയ്തേക്കാം. അതുപോലെ ഇത്തരത്തിൽ മറ്റു വ്യത്യസ്തമായ പല സ്ഥലങ്ങളിലെടുത്ത ഡ്രോൺ വിഷ്വൽസും കാര്യങ്ങളും മറ്റു വ്ളോഗുകളെല്ലാം നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സമയം പോലെ ഒന്ന് കയറി കണ്ടേക്കാം. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് കൂടി വന്നേക്കാം. മനോഹരമായ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.